പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയ ലൗദി ഖുർആൻ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നു, ഉഷ്കുറൂ ലില്ലാഹി വ ഇൻ കുൻതും ഇയ്യാഹു തഅബ്ദുൻ. ഇൻ കുൻതും ഇയ്യാഹു തഅബ്ദുൻ. നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുകയാണെങ്കിൽ അള്ളാഹുവിന് നിങ്ങൾ നന്ദി കാണിക്കുക. ഈ നന്ദി കാണിക്കുന്നത് 3 രൂപത്തിലാണ്. അശ്കുറു ബിൽ ഖൽബി, ഹൃദയം കൊണ്ട് നന്ദി കാണിക്കുക. എങ്ങനെയാണ് ഹൃദയം കൊണ്ട് നന്ദി കാണിക്കുന്നത്? നമ്മൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടല്ലോ. അത് നമ്മൾ അനുഭവിക്കുമ്പോൾ ഹൃദയം കൊണ്ട് മനസ്സിലാക്കി, അള്ളാഹു ഇനി തന്ന അനുഗ്രഹമാണല്ലോ ഇത് മനസ്സിലാക്കി അത് വ്യക്തമാക്കുക, ഇത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം തന്നെയാണ്. പിന്നെ ഒബിൽ ലിസാനി, നാവ് കൊണ്ടാണ് അത് എടുത്ത് പറയുക, അള്ളാഹു ഇങ്ങനെ തന്നിട്ടല്ലേ എനിക്ക്. എന്നിട്ട് അള്ളാഹു മാബിനി അഹമ്മദ് റബ്ബിക ഫഹദീസ്, റസ്ബന സൂറത്തുൽ ളുഹയിൽ പറയുന്നു, നിങ്ങളുടെ അനുഗ്രഹങ്ങളെ നിങ്ങൾ പറയുക, ഫഹദീസ്. അതുപോലെ തന്നെ അശ്കുറു ബിൽ ജവാഹിയാണ് 3ാമത്തത്. അപ്പോൾ അത് പ്രാവർത്തികമാക്കുക. നമുക്കൊരുപാട് അവയവങ്ങൾ അള്ളാഹു തന്നു. ആ കണ്ണ്, ആ കാത്, ആ നാവ്, നമ്മുടെ എല്ലാ അവയവങ്ങളും, കൈ, കാല്, ഇതെല്ലാം ഹറാമിലേക്ക് പോകാതെ അത് നല്ല രീതിയിൽ ഉപയോഗിക്കുക. അതാണ് ജവാഹി. ആ അനുഗ്രഹത്തെ നല്ല രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കുക. അള്ളാഹു തന്ന അനുഗ്രഹങ്ങളാണ്. അതുപോലെ വായു, വെള്ളം, ഇതൊന്നും നമ്മൾ ചോദിച്ചിട്ട് തന്നതല്ലല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആരോഗ്യം തന്നു, അതൊരു അനുഗ്രഹമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ആരോഗ്യത്തിന് അനുഗ്രഹം കാണിക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണുകൊണ്ട് ആ കണ്ണ് തന്നത് നല്ലത് കാണാനാണ് എന്നുള്ള രൂപത്തിൽ നമ്മളത് പ്രയോഗിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ കാത് ചീത്ത വാക്കുകളോ ചീത്ത മ്യൂസിക് ഇതെല്ലാം നമ്മൾ കേട്ടുകൊണ്ടാണെങ്കിൽ അത് നമുക്ക് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തതാണ്. അപ്പോൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇൻ ശക്കർത്തും ല അസീദന്നക്കും, നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരുമെന്ന്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വർദ്ധിപ്പിച്ചു തരും. അപ്പം നമുക്ക് കാഴ്ചയുണ്ടാവും, കേൾവി ഉണ്ടാവും, നമുക്ക് പോകാനുള്ള ആരോഗ്യമുണ്ടാകും. അതാണ് നമ്മൾ ഖുർആൻ പാരായണം, അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുക. അപ്പം നമുക്ക് കൂടുതൽ അതിനുള്ള ആരോഗ്യവും ആയുസ്സും അല്ലാഹു നീട്ടിത്തരും. അതുകൊണ്ട് നമ്മൾ നാവ് കൊണ്ട്, ഹൃദയം കൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ കൂടുതൽ ശുക്ർ ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മളെ സ്തുതിക്കണം. അതുകൊണ്ട് നാവ് കൊണ്ടാവുമ്പോൾ ആ നന്ദിക്ക് അള്ളാഹുവിനോട് സ്തുതി പറയുകയും വേണം. അൽഹംദുലില്ലാ, ഇങ്ങനെ തന്നല്ലോ, അൽഹംദുലില്ലാ, ഇതൊക്കെ കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി. അപ്പോൾ അജബൻ ലി അംരി മുഅ്മിനീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസാണ്, മുഅ്മിൻ്റെ കാര്യം വളരെ അത്ഭുതമാണ്. അവന് വല്ല നന്മയും കിട്ടിയാൽ അവൻ സന്തോഷിക്കും, അവൻ അൽഹംദുലില്ലാ പറയും. ഇനി അവൻ അസാബത്തുഹും വല്ല ദുരിതം വരികയാണെങ്കിൽ അവൻ ക്ഷമിക്കും. അപ്പോൾ അള്ളാഹുവിനെ വിചാരിച്ചിട്ട് അള്ളാഹു തന്നതല്ലേ എന്ന് വിചാരിച്ച് ക്ഷമിക്കും. അതാണ് ശുക്റും സബറും തമ്മിലുള്ള ബന്ധങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവസാനം വരെ നല്ല നിലയിൽ അള്ളാഹുവിന് തൃപ്തിപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.